ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പുട്ട് റെഡിയാക്കി എടുക്കാം. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്, മാംഗോ പുട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാമ്പഴ പുട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത മാമ്പഴമാണ് വേണ്ടത്. നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. നല്ല മധുരമുള്ള നല്ല പഴുത്ത മാമ്പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തതിന് ശേഷം കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതൊന്ന് കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള മാമ്പഴപ്പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടി അളന്നെടുക്കാം. 2 കുറ്റി പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പുഴുങ്ങലരി പൊടിച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഏത് പുട്ടുപൊടിയാണ് എടുക്കുന്നത് അതായിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഈ സമയത്ത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മാമ്പഴത്തിൻ്റെ പൾപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുട്ട് മുഴുവനായിട്ടും നനച്ചെടുക്കുന്നത്. അപ്പോൾ നനച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാമ്പഴപ്പൾപ്പ് ചേർത്ത് കൊടുക്കുക. അല്ല പൊടിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ചിട്ട് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ പുട്ടുപൊടി നനച്ചെടുക്കുക. കൂടുതൽ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഈ ഒരു മാവ് നിറച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ. അപ്പോൾ അത്യാവശ്യം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. നമ്മളിത് കറി കൂട്ടി കഴിക്കുന്ന പുട്ടല്ല, വെറുതെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം തേങ്ങ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ പുട്ടിന് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇടയിലൊന്ന് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക, വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് 2 കുറ്റി പുട്ടും മുഴുവനാക്കിയെടുക്കാം. അപ്പോൾ കറക്റ്റ് 2 കുറ്റി പുട്ടിനുള്ളൊരു അളവാണ് കേട്ടോ ഇത്. അപ്പോൾ അത് പുഴുങ്ങലരി പൊടിച്ച പൊടിയായതുകൊണ്ട് തന്നെ നമ്മൾ 1 കപ്പ് പൊടിയെടുത്ത് നനച്ച് ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ അതിങ്ങനെ ഇരട്ടിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് പൊടി എടുക്കുമ്പോൾ 2 കുറ്റിക്കുള്ള പൊടി ഇതിനകത്ത് ഉണ്ടാവും. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് പാനി നമുക്കിതിന് മുകളിൽ വെച്ച് കൊടുക്കാം. വെള്ളം തിളക്കുമ്പോൾ നമുക്ക് പുട്ടുകുറ്റി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ആവി കയറി പുട്ട് കുക്കായി കിട്ടും. അപ്പോൾ അത് ആവി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. നല്ലൊരു മാംഗോൻ്റെ ഫ്ലേവർ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് 2ാമത്തെ കുറ്റി പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ സ്പെഷ്യൽ ബ്ലാക്ക് ടീ കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലാക്ക് ടീയുടെ റെസിപ്പി നാളെ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മാംഗോ പുട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല പഴുത്ത മാമ്പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു പുട്ടിന് കറക്റ്റ് ആ ഒരു മാമ്പഴത്തിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.